ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നെക്സ്റ്റ് ജെൻ വിസ്റ്റത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 1 ആഹാരത്തിലൂടെ ആരോഗ്യം 7 മുതൽ 16 വരെയുള്ള പേജുകളാണ് നോക്കിയത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകും. എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ്. സ്കൂളിലെ അനൗൺസ്മെൻറ്റ് ശ്രദ്ധിച്ചില്ലേ? എന്തിനാണ് കുട്ടികൾക്ക് അയൺ ഗുളിക നൽകുന്നത്? എന്തിനായിരിക്കും? നിങ്ങളും കഴിച്ചിട്ടില്ലേ? അയൺ ഒരു ധാതുവാണ്. ഇത്തരത്തിലുള്ള ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. അയണിൻ്റെ കുറവ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വിളർച്ച പോലുള്ള രോഗങ്ങൾ ഒഴിവാക്കാൻ കുട്ടികൾക്ക് അയൺ ഗുളികകൾ നൽകുന്നു. നമ്മുടെ ശരീരത്തിന് ഊർജ്ജം തരുന്ന ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ചില ധാതുക്കൾ അഥവാ മിനറൽസും നമുക്ക് ആവശ്യമാണ്. ഇവ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഇരുമ്പ് അഥവാ അയൺ, കാൽസ്യം, അയഡിൻ, ഇവയൊക്കെയാണ് അതിൽ പ്രധാനം. അടുത്തതായിട്ട് നമുക്ക് പ്രധാന ധാതുക്കളുടെ പട്ടികയൊന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് അയൺ അഥവാ ഇരുമ്പ്. ഇത് നമുക്ക് ഏതെല്ലാം ആഹാരത്തിൽ നിന്നും ലഭിക്കും? ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ. കണ്ടോ ചിത്രത്തിൽ? ഇവയിൽ നിന്നെല്ലാം നമുക്ക് അയൺ ലഭിക്കും. ഇതിൻ്റെ പ്രാധാന്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നവയാണ് അയൺ. അടുത്തതാണ് കാൽസ്യം. മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം ഇവയിലെല്ലാമാണ് നമുക്ക് കാൽസ്യം കൂടുതലുള്ളത്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ടപിടിക്കുന്നതിനും സഹായിക്കുന്നു. അടുത്തതാണ് അയഡിൻ. അയഡിൻ നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ചും കടൽ വിഭവങ്ങളിൽ നിന്നാണ്. അതായത് മത്സ്യം, പിന്നെ അയഡിൻ കലർന്ന ഉപ്പ്, അതിലെല്ലാം നമുക്ക് അയഡിൻ കിട്ടും. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന അതാണ് നമ്മൾ ഈ അയഡിൻ ചെയ്യുന്ന കാര്യം. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? ഇത് ലഭിക്കാൻ ഏതൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം? ഏതാണ് ധാതു? അയൺ അഥവാ ഇരുമ്പ്. ഇത് ലഭിക്കാൻ ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അടുത്ത ചോദ്യം, കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത്? ഉത്തരം, കടൽ വിഭവങ്ങളിൽ അയഡിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ്. അടുത്ത ചോദ്യം, മുട്ട, പാല്, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇവ ഒഴിവാക്കിയാൽ ശരീരത്തിന് ആവശ്യത്തിന് കാൽസ്യം ലഭിക്കാതെ വരും. ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ബലക്കുറവിനും രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയ സാവധാനത്തിലാക്കുന്നതിനും കാരണമാകുന്നു. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. ഇത് ഹീമോഗ്ലോബിൻ്റെ ചിത്രമാണ്. ഓക്സിജൻ തന്മാത്രകളെ വഹിച്ചു കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹീമോഗ്ലോബിൻ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. അപര്യാപ്തത രോഗങ്ങൾ. വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ നമുക്കുണ്ടാകും. അതുപോലെ പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. പട്ടിക നോക്കൂ. ആദ്യത്തെ വിറ്റാമിൻ എ. അത് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. അതായത് മങ്ങിയ വെളിച്ചത്തിലും ഇരുട്ടിലൊക്കെ കാഴ്ച മങ്ങുന്ന ഒരവസ്ഥയാണിത്. അടുത്തതായിട്ടുള്ളത് വിറ്റാമിൻ ബി ആണ്. അത് കുറയുമ്പോൾ നമുക്ക് ഗ്ലോസിറ്റീസ് അഥവാ നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയാണത്. പിന്നെ നമുക്കുണ്ടാകുന്ന വേറൊരു അസുഖമാണ് വായ്പുണ്ണ്. ചെറിയ ചെറിയ പോളങ്ങളെല്ലാം നമ്മുടെ വായ്ക്കകത്ത് വരുന്നതാണിത്. അടുത്തതാണ് വിറ്റാമിൻ സി. അത് കുറയുമ്പോൾ നമുക്കുണ്ടാകുന്ന രോഗമാണ് സ്കർവി. അതായത് മോണയിൽ നിന്ന് രക്തസ്രാവം വരിക. കണ്ടോ ചിത്രത്തിൽ? കണ്ടോ മോണയിൽ നിന്ന് രക്തം വരുന്നത്? അതാണ് സ്കർവി. അടുത്തതാണ് വിറ്റാമിൻ ഡി. അത് കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് കണ. കണ്ടോ അയാളുടെ കാലുകൾ രണ്ടും വളഞ്ഞു പോയിരിക്കുകയാണ്. ബലക്ഷയം വരികയാണ് നമ്മൾ വിറ്റാമിൻ ഡിയുടെ കുറവ് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ വളഞ്ഞു പോകുന്ന അസുഖത്തിനാണ് കണ എന്ന് പറയുന്നത്. ഇനി ചോദ്യങ്ങളും ഉത്തരങ്ങളും. ആദ്യത്തെ ചോദ്യം നോക്കാം. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? ഏതാണ്? വിറ്റാമിൻ സി. അടുത്ത ചോദ്യം, വീട്ടിലെ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? വിറ്റാമിൻ ബി അടങ്ങിയ തവിട് കളയാത്ത ധാന്യങ്ങൾ, പാല്, മുട്ട, പച്ചക്കറികൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തണം. അടുത്ത ചോദ്യം, ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണം? ഉത്തരം, വിറ്റാമിൻ എ. അടുത്ത ചോദ്യം, ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് കണ ഉണ്ടാകുന്നത്? ഉത്തരം, വിറ്റാമിൻ ഡി. ഇനി എന്താണ് ഈ നിശാന്തത? ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. അടുത്തതായിട്ട് ധാതുക്കളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ധാതുവാണ് അയൺ. അത് കുറയുമ്പോൾ നമുക്ക് അനീമിയ അഥവാ വിളർച്ച ഉണ്ടാകുന്നു. അടുത്തതാണ് അയഡിൻ.
അയഡിൻ്റെ കുറവ് നമുക്ക് ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖമുണ്ട്. അതായത് കഴുത്തിലെ തൈറോയിഡ് ഗ്രന്ഥി വീർത്ത് വരുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അടുത്തത് കാൽസ്യം കുറയുമ്പോൾ നമുക്ക് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിച്ച് ഒടിയുക, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇനി നമുക്ക് വായിച്ചു നോക്കാം. ഓസ്റ്റിയോപോറോസിസ് അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. ഗോയിറ്റർ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ. തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം: അയണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? അനീമിയ അഥവാ വിളർച്ച. ഗോയിറ്റർ രോഗമുണ്ടാകാതിരിക്കാൻ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? എന്തുകൊണ്ട്? കടൽ വിഭവങ്ങളും അയഡൈഡ്സ് ഉപ്പും കാരണം. ഇവയിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ അയഡിൻ അടങ്ങിയിരിക്കുന്നു. ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം? കാൽസ്യം അടങ്ങിയ പാലുൽപ്പന്നങ്ങൾ, മുട്ട, ചെറിയ മീനുകൾ, ഇലക്കറികൾ. എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്? വിശദീകരിക്കൂ. കുട്ടികളിൽ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന വിളർച്ച അഥവാ അനീമിയ തടയുന്നതിനും രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് സ്കൂളുകളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്. ഇനി നിങ്ങളോട് ഈ 2 പട്ടികകളും വിശകലനം ചെയ്തിട്ട് വിറ്റാമിനുകളും ധാതുക്കളും അവരുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കി ബുള്ളറ്റിൻ ബോർഡിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. നമ്മളിപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് എക്സ്ട്രാ അറിവിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ്. അടുത്താണ് പോഷകേതര ഘടകങ്ങൾ. ചിത്രത്തിൽ കണ്ടോ, വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, ഇവയിലെല്ലാം എന്ത് നമുക്ക് കാണാൻ പറ്റും? കുറേ നാരുകളുണ്ട് അല്ലേ? ഇതുപോലെയുള്ള വേറെ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ അറിയോ നാരുകളുള്ളത്? അപ്പോൾ അതൊന്ന് കണ്ടെത്തുക കേട്ടോ. അറിയുന്നവർ കമൻറ്റിൽ ഒന്ന് അറിയിക്കണേ. ഇനി നമുക്ക് എന്താണ് ഈ നാരുകൾ എന്ന് വായിച്ചു നോക്കാം. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. നാരുകൾ പോഷക ഘടകമല്ല, എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവരെല്ലാം നമുക്ക് നിറയെ നാരുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിലും ഇത്തരത്തിലെ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം: നാരുകളുള്ള മറ്റേതെല്ലാം ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾക്കറിയാം? ഏതൊക്കെയാ? ചക്ക, ചേന, പയറുവർഗ്ഗങ്ങൾ, ഓട്സ്, പലതരം പഴങ്ങൾ എന്നിവയിലൊക്കെ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം: ആഹാരത്തിൽ നാരുകൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഉത്തരം: നാരുകൾ ദഹിക്കില്ലെങ്കിലും മലബന്ധം തടയുന്നതിനും വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ സുഗമമാക്കുന്നതിനും ഇവ ആവശ്യമാണ്. അടുത്ത ചോദ്യം: വാഴയുടെ പിണ്ടിയോ കൂമ്പോ ഉപയോഗിച്ച് വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം: വാഴപ്പിണ്ടി തോരൻ, വാഴപ്പിണ്ടി ജ്യൂസ്, വാഴക്കൂമ്പ് തോരൻ, വാഴക്കൂമ്പ് വട എന്നിവയാണ് സാധാരണയായി വീട്ടിൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾ. ഇനി ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മാമ്പഴം കാണാം. തൊട്ടടുത്ത് ഒരു ഗ്ലാസ്സിൽ മാമ്പഴത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. നിങ്ങൾ ഇതുപോലെ തന്നെ കഴിക്കാറില്ലേ? മാമ്പഴം ചെത്തി കഴിക്കുന്നവരുണ്ട്, ജ്യൂസ് അടിച്ച് കഴിക്കുന്നവരുണ്ട്. ഏതായിരിക്കും കൂടുതലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കാം, മാമ്പഴ കഷ്ണങ്ങളിലും അരിച്ചെടുത്ത മാമ്പഴ ജ്യൂസിലും ഏതിലാണ് കൂടുതൽ നാരുകൾ ഉണ്ടാവുക? എന്തുകൊണ്ട്? നമുക്ക് നോക്കാം. ഉത്തരം: മാമ്പഴ കഷ്ണങ്ങളിലാണ് കൂടുതൽ നാരുകൾ ഉണ്ടാവുക. കാരണം മാമ്പഴം ജ്യൂസ് അരിച്ചെടുക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആരോഗ്യപ്രദമായ നാരുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് മാമ്പഴം, ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ജ്യൂസ് രൂപത്തിലാക്കാതെ നേരിട്ട് കഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നിങ്ങളും ജ്യൂസ് അടിക്കാതെ നേരിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ ശരീരത്തിൻ്റെ 70% ജലമാണ്. ജലം നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്നും ജലനഷ്ടം ഉണ്ടാകുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. അടുത്തതാണ് സമീകൃത ആഹാരം. ഒരു സമീകൃത ആഹാരത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് ഇടത് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇത് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് സമീകൃത ആഹാരം എന്നത്. ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയ ഭക്ഷണക്രമത്തെയാണ് സമീകൃത ആഹാരം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നോക്കാം. എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം മാത്രമായുണ്ടോ? ഇല്ല. എല്ലാ പോഷകങ്ങളും ഒരൊറ്റ ഭക്ഷണത്തിൽ നിന്ന് മാത്രം പൂർണ്ണമായ അളവിൽ ലഭിക്കില്ല. ചോദ്യം 2: നാം കഴിക്കുന്ന ഭക്ഷണം വൈവിധ്യമുള്ളതായിരിക്കണ്ടേ? അതെ, തീർച്ചയായും വേണം. കാരണം ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ ഇല്ലാത്ത പോഷകങ്ങൾ മറ്റ് ഭക്ഷണങ്ങളിലൂടെയാണ് ശരീരം നേടിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആഹാരത്തിൽ പലതരം വിഭവങ്ങൾ മാറി മാറി ഉൾപ്പെടുത്തണം. ഇനി നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. എന്തൊക്കെയാണ് പ്രഭാത ഭക്ഷണത്തിലും ഉച്ചഭക്ഷണത്തിലും രാത്രി ഭക്ഷണത്തിലും ഉൾപ്പെടുത്തേണ്ടവ എന്നുള്ളത് നമുക്ക് എഴുതി ചേർക്കാം. പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവയാണ് ഇഡലി, ദോശ, സാമ്പാർ, പാല്.
ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവയാണ് ചോറ്, തോരൻ, മോര്, പച്ചക്കറികൾ. രാത്രി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവയാണ് ചപ്പാത്തി, സാലഡ്, കഞ്ഞി, പഴവർഗ്ഗങ്ങൾ. ഇനി എൻ്റെ ഫുഡ് പ്ലേറ്റ് എങ്ങനെയുള്ളതാവണമെന്നാണ് നമുക്ക് നോക്കാം. കണ്ടോ, വലതുഭാഗത്ത് നിങ്ങൾക്കൊരു പിക്ചർ കാണാം. നിങ്ങളുടെ ഫുഡ് പ്ലേറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണക്രമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നോക്കിയേ, പഴങ്ങൾ കൊടുത്തിരിക്കുന്നത് 100 ഗ്രാം പഴങ്ങൾ ഉൾപ്പെടുത്തണം. അതുപോലെ പച്ചക്കറികൾ 400 ഗ്രാം. കണ്ടോ, ഏറ്റവും കൂടുതൽ പച്ചക്കറികളാണ് ഉൾപ്പെടുത്തേണ്ടത്. ധാന്യങ്ങൾ 260 ഗ്രാം ഉൾപ്പെടുത്തണം. കൊഴുപ്പുകൾ 270 ഗ്രാം, 27 ഗ്രാം. അണ്ടിപ്പരിപ്പുകൾ, വിത്തുകൾ, പ്രോട്ടീനൊക്കെ കിട്ടാൻ 30 ഗ്രാം. പാല്, തൈര് അത് 300 ml. പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, മാംസം അതൊക്കെ 85 ഗ്രാം. ഇതുപോലെ ആയിരിക്കണം നമ്മൾ കഴിക്കുന്ന ഫുഡ്. ഒരു ദിവസം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ നമ്മൾ ഡിന്നർ വരെ കഴിക്കുന്ന ഫുഡുകളിൽ ഇത്തരത്തിലുള്ള ഫുഡുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റിൻ്റെ മാതൃക കണ്ടു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനെ ഭക്ഷണക്രമത്തിൻ്റെ ഒരു ചാർട്ട് എങ്ങനെ തയ്യാറാക്കാം, ഒരു ദിവസത്തെ ഒരു ചാർട്ട് തയ്യാറാക്കുന്നതാണ് അടുത്ത് നമുക്ക് കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, ഒരു പ്ലേറ്റിനെ 5 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ധാതുക്കൾ, വിറ്റാമിൻ, കൊഴുപ്പ്, ഇങ്ങനെയാണ് ഡിവിഷൻ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബോഹൈഡ്രേറ്റ് വേണം, ഏറ്റവും കുറവ് നമുക്ക് കൊഴുപ്പാണ് വേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾ കഴിക്കുന്ന ഒരു ദിവസത്തെ ഭക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ, കാർബോഹൈഡ്രേറ്റിൽ നമുക്ക് എന്തെല്ലാം കൂട്ടിച്ചേർക്കാം? അരി അല്ലെങ്കിൽ ചോറ്, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. പ്രോട്ടീൻ ആണെങ്കിൽ ചെറുപയർ, കടല, പരിപ്പ്, മുട്ട അങ്ങനെയുള്ളതൊക്കെ. ഇനി ധാതുക്കളാണെങ്കിൽ ഇലക്കറികൾ, കടൽ വിഭവങ്ങൾ, കരൾ, ശർക്കര അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. വിറ്റാമിൻ ആണെങ്കിൽ നെല്ലിക്ക, പപ്പായ, മുട്ട, പാല്, ഇലക്കറികൾ. കൊഴുപ്പാണെങ്കിൽ നെയ്യ്, മത്സ്യം, വെണ്ണ. ഇത് ഇനി നിങ്ങൾ കഴിക്കുന്ന വ്യത്യസ്ത ഫുഡുകളും വേറെ ഉണ്ടാകും. അത് നിങ്ങൾ കഴിക്കുന്നതിനനുസരിച്ച് ഈ ചാർട്ട് പൂർത്തിയാക്കുക. അടുത്തതായിട്ട് ഉച്ചഭക്ഷണവും കലോറിയും. നിങ്ങൾക്ക് സ്കൂളിൽ 5 ദിവസം ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ വിഭവങ്ങളാണ് കിട്ടുന്നതെന്നും അതിൻ്റെ പോഷകഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് എഴുതി ചേർക്കേണ്ടത്. നമുക്ക് നോക്കാം. നമുക്ക് തിങ്കളാഴ്ച ദിവസം ഒരു എക്സാമ്പിളാണ് കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ കിട്ടുന്നത് ഏതാണെങ്കിൽ അത് എഴുതി പൂർത്തിയാക്കാം. വിഭവം നമുക്ക് കിട്ടുന്നത് ചോറ്, സാമ്പാർ, പുഴുങ്ങിയ മുട്ടയാണ്. അതിൽ നമുക്ക് ലഭിക്കുന്ന പോഷകഘടകങ്ങൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ, കൊഴുപ്പ് എന്നിവയാണ്. ഇനി നമുക്ക് ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ചൊവ്വാഴ്ച ചോറ്, മോരുകറി, പയറ് തോരനാണ് കിട്ടുന്നത്. അതിൽ നിന്നും എന്തെല്ലാം ധാതുക്കൾ നമുക്ക് ലഭിക്കും? പോഷകഘടകങ്ങൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കാൽസ്യം, നാരുകൾ. ഇനി ബുധനാഴ്ചയാണെങ്കിൽ ചോറ്, അവിയൽ, അതുമാതിരി ചെറുപയർ കറി. അതിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ലഭിക്കുന്നു. ഇനി നമുക്ക് വ്യാഴം, വെള്ളി ദിവസങ്ങൾ നോക്കാം. വ്യാഴാഴ്ച ചോറ്, സോയാബീൻ കറി, തോരൻ. അതിൽ നിന്നും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, നാരുകൾ ഇതൊക്കെ ലഭിക്കുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചോറ്, പരിപ്പ് കറി, ഉപ്പേരി, പാല്. അതിൽ നിന്നും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കാൽസ്യം, കൊഴുപ്പ് എന്നിവ ലഭിക്കുന്നു. കുട്ടികളെ, ഈ പട്ടിക ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ഓരോ ദിവസവും തരുന്ന വിഭവങ്ങൾ വെറുതെ തിരഞ്ഞെടുക്കുന്നതല്ല. കുട്ടികൾക്ക് എല്ലാ ദിവസവും കൃത്യമായ അളവിൽ പ്രോട്ടീനും വിറ്റാമിനുകളും കാർബോഹൈഡ്രേറ്റും ലഭിക്കുന്ന തരത്തിലാണ്, അതായത് ഒരു സമീകൃത ആഹാരമാണ് ലഭിക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്കൂളിലെ ഉച്ചഭക്ഷണ മെനു തയ്യാറാക്കിയിരിക്കുന്നത്. കലോറി. ഒരു പുരുഷന് ഒരു ദിവസം വേണ്ട കലോറി 1900 മുതൽ 2400 വരെയാണ്. സ്ത്രീക്കാണെങ്കിൽ 1600 മുതൽ 2000 വരെ. ഒരു കുട്ടിക്കാണെങ്കിൽ, മുതിർന്ന ഒരു കുട്ടിക്കാണെങ്കിൽ 1200 മുതൽ 1400 വരെയാണ് കലോറി വേണ്ടത്. ഇനി എന്താണ് കലോറി എന്ന് നോക്കാം. കലോറി എന്നാൽ ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജ്ജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കലോറി വരെ ഊർജ്ജം വേണം. ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. ഇനി നിങ്ങൾ കഴിക്കുന്ന ഉച്ചഭക്ഷണത്തിൽ 750 കലോറി ഉണ്ട്. ഇനി നിങ്ങളോടൊരു ചോദ്യം. ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്താനായി ചെലവ് കുറഞ്ഞതും പോഷകസമൃദ്ധവുമായ വിഭവങ്ങൾ നിർദ്ദേശിക്കാമോ? എന്തെല്ലാം ഉൾപ്പെടുത്താം? മുരിങ്ങയില തോരൻ, മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ, തവിടുള്ള കുത്തരിച്ചോറ്, പപ്പായ, ചക്കപ്പഴം എന്നിവയൊക്കെ നമുക്ക് ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇനി ഒരു ചോദ്യം. ഇത്തരം വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്കുള്ളത്? ചർച്ച ചെയ്യൂ. നോക്കൂ, ഇവ ലഭ്യമാക്കാൻ സ്കൂൾ പച്ചക്കറിത്തോട്ടം വഴിയോ വീടുകളിൽ അടുക്കളത്തോട്ടം നിർമ്മിച്ച് ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യാം. കൂടാതെ പ്രാദേശികമായി ലഭിക്കുന്ന ചീര, മുരിങ്ങ എന്നിവ പരമാവധി പ്രയോജനപ്പെടുത്താം. ഇനി പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്? ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ, പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ. അടുത്തതാണ് പച്ചക്കറികൾ അമിതമായി വേവിക്കുമ്പോൾ, തിളപ്പിച്ച വെള്ളം ഊറ്റിക്കളയുമ്പോൾ, പച്ചക്കറികൾ വളരെ ചെറുതായി മുറിച്ച് തുറന്നു വയ്ക്കുമ്പോൾ. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത്.
പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ വീട്ടിലെ മുതിർന്നവരുമായി ചർച്ച ചെയ്ത് ശാസ്ത്രപുസ്തകത്തിൽ എഴുതുക. ആരോഗ്യത്തോടെ വളരാൻ പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പോഷകസമൃദ്ധമായ ആഹാരം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മാത്രമല്ല, അത് നമ്മുടെ അവകാശം കൂടിയാണ്. ഇതോടുകൂടി നമ്മുടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വിലയിരുത്തൽ ചോദ്യങ്ങളും അതുപോലെ തുടർ പ്രവർത്തനങ്ങളാണ്. അത് നമുക്ക് നോക്കാം. ഇനി കുറച്ച് വിലയിരുത്തലുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, പോഷക ഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാര വസ്തുക്കളും തന്നിരിക്കുന്നു. അവ ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കൂ. നോക്കി ആൻസർ. കാർബോഹൈഡ്രേറ്റ് ധാന്യങ്ങൾ, ധാതുക്കൾ ഇലക്കറികൾ, കൊഴുപ്പ് എണ്ണകൾ, പ്രോട്ടീൻ പയറുവർഗ്ഗങ്ങൾ, മുട്ട. അടുത്ത ചോദ്യം, അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? ഗോയിറ്റർ. മൂന്നാമത്തെ ചോദ്യം, നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല, പിന്നെ എന്തിനാണ് നാരുകളുള്ള ആഹാരം കഴിക്കണമെന്ന് പറയുന്നത്? ഉത്തരം, നാരുകൾ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ശരീരത്തിലെ മലബന്ധം തടയുന്നതിനും വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളെ സുഗമമായി ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നതിനും ഇവ അത്യാവശ്യമാണ്. പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏത് പോഷക ഘടകമാണ് വേണ്ടത്? ഈ പോഷക ഘടകം നമുക്ക് ഏതൊക്കെ ആഹാര വസ്തുക്കളിൽ നിന്ന് ലഭിക്കും? ഉത്തരം, പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് കാൽസ്യം, ഫോസ്ഫറസ് എന്നീ ധാതുക്കളും വിറ്റാമിൻ ഡിയുമാണ് വേണ്ടത്. ഇവ നമുക്ക് പാല്, മുട്ട, ഇലക്കറികൾ, മുള്ളോട് കൂടി കഴിക്കാവുന്ന ചെറിയ മീനുകൾ എന്നിവയിൽ നിന്നും ലഭിക്കും. അടുത്ത ചോദ്യം, ടീച്ചർ ഇന്ന് അയൺ ഗുളിക തന്നു, പക്ഷേ ഞാനത് കഴിച്ചില്ല. അരുണ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ആൻസർ നോക്കാം. ഇല്ല, അരുണയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. കാരണം രക്തത്തിൽ ഹീമോഗ്ലോബിൻ നിർമ്മിക്കാൻ ഇരുമ്പ് അഥവാ അയൺ ആവശ്യമാണ്. ഇതിൻ്റെ കുറവ് വിളർച്ചയ്ക്ക് അഥവാ അനീമിയ കാരണമാകും. വിളർച്ച ഉണ്ടായാൽ എപ്പോഴും തളർച്ചയും പഠനത്തിൽ ശ്രദ്ധക്കുറവും അനുഭവപ്പെടും. അതുകൊണ്ട് സ്കൂളിൽ തരുന്ന അയൺ ഗുളികകൾ കൃത്യമായി കഴിക്കണം. അടുത്ത ചോദ്യം, വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ? അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ചു മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഒരു കുട്ടിയുടെ അഭിപ്രായമാണിത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഉത്തരം, ഇല്ല, ഈ അഭിപ്രായത്തോടും യോജിക്കാൻ കഴിയില്ല. വിറ്റാമിനുകളും ധാതുക്കളും ശരീരത്തിന് കുറഞ്ഞ അളവിലാണ് വേണ്ടതെങ്കിലും ശരീരത്തെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും സുപ്രധാന ജൈവ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഇവ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇവയെ സംരക്ഷണാഹാരം അഥവാ പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് വിളിക്കുന്നത്. ഇവ കുറഞ്ഞാൽ പലതരം അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ കൂട്ടുകാരെ, ഒന്നാമത്തെ അധ്യായത്തിലെ എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. താഴെ നൽകിയിരിക്കുന്ന തുടർ പ്രവർത്തനങ്ങളായ പാചകക്കുറിപ്പ് തയ്യാറാക്കലും സമീകൃത ആഹാര ചാർട്ട് നിർമ്മാണവും ഒക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം. ബൈ.